കൈരളിയും കർണാടകവും കൈകോർക്കും നാട് കേരളത്തിൻ ഉത്തരദേശമി തുളുനാടൻ മണ്ണ്. കൗമാരത്തിൻ സ്വപ്നച്ചിറകുകൾ വാനിലുയരുന്നു, ആമോദത്താലെവർക്കും നാം സ്വാഗതമോതുന്നു. സ്വാഗതം സ്വാഗതം സ്നേഹസ്വാഗതം. സപ്തഭാഷാ സംഗമ ഭൂമിയിൽ സഗോത്സവമെത്തി, ജില്ലാ കലയുത്സവമെത്തി. അക്ഷരമുറ്റത്തൊന്നായി നമ്മൾ ഇടയ്ക്ക കൊട്ടുന്നു, കലയുടെ ഇടയ്ക്ക കൊട്ടുന്നു. വൈദിന്റെ നാട്ടിൽ ചരിത്രത്തിലെ ഏതാനും ചില വരികൾ. ഇശൽ തുകൽമുത്ത് അരശാറ്റൽ ചാട്ടിച്ചിത്തരം. തിരുനൂരിൻ മഞ്ചേശത്തിൽ ചൊങ്കേറുന്നലിയാൻ തിരുദീഖിലാഫത്തിൻ പിരെ ബന്ദരപ്പുലിയാൻ തിരുമുത്തിൻ മകൾ പതേ തരുമുന്തും മെനു തനേ പന്താനം തന്നിലതേ ചിന്താരം വന്നവരെ ഉദമതയതു തരമുകളകളത് വിധം മധുമതിയതിനശകേ എങ്കൾ പാടി ഉങ്കൾ ചെയ്തി റിങ്കൾ കൂടി തിരുനൂറിൻ മഞ്ചേശത്തിൽ ചൊങ്കേറുന്നലിയാർ തിരുദീഖിലാഫത്തിൻ പിരെ ബന്ദരപ്പുലിയാർ തിരുമുത്തിൻ മകൾ പതിയെ തരുമുന്തും മിന തനേ പന്താനം തന്നിലതേ
എങ്ങനെയാ പക്ഷേ ഊട്ടുപുര ഇന്നത്തെ എങ്ങനെ സ്ഥിതിയല്ലോ? ഊട്ടുപുര സജീവമാണ്. ഇന്ന് 7500 ആൾക്കാർക്കുള്ള ഭക്ഷണമാണ് ഒരുക്കിയിട്ടുള്ളത്. ഇപ്പൊ തന്നെ ഒരു 2000 ആൾക്കാർക്കുള്ള ഭക്ഷണത്തിന്റെ 2000 ആൾക്കുള്ള ഭക്ഷണത്തിന്റെ ബാലൻസ് ഉണ്ട്. വളരെ സജീവമാണ്. ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്നത്തെ പായസം, കൂട്ടുകറി, സാമ്പാർ എല്ലാം ഇന്ന് കൂപ്പണുള്ളവർക്ക് മാത്രമാണ്. അല്ല, ഇന്ന് മൊത്തം എല്ലാവർക്കും 1:30 മണി വരെ കൂപ്പനുള്ള കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ കൂപ്പൺ എടുക്കുന്നില്ല, മൊത്തം എല്ലാവർക്കും ഈ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇവിടെയുള്ള നാട്ടുകാർക്കൊക്കെ ഭക്ഷണം. ഇത് 4:30 മണി വരെ ഭക്ഷണം കൊടുക്കാനുള്ള അത്രയും സാധനങ്ങൾ ഇവിടെ. സാധനം തീർന്നാൽ പിന്നെ രണ്ടാമത് ഉണ്ടാക്കാനാണോ എന്താണ്? തീരൂല. ഏകദേശം 2 ജാസ്തിയാണ് വെച്ചിട്ടുള്ളത്, കൂടുതലാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ അത് ഏതായാലും എങ്ങനെ ഒരു നമ്മ പോയെങ്കിൽ 8 മണി വരെ കൊടുക്കാൻ പറ്റും. സാമ്പാർ ഇന്ന് രാത്രി കലാശക്കൂട്ട്, രാത്രി സ്പെഷ്യൽ ഗ്ലാസ്സിൽ പായസം കുടിക്കാൻ പാടില്ലാന്നാണ്. പക്ഷെ ആ നിയമം തെറ്റിച്ചവരാണ് ഇപ്പൊ ഗ്ലാസ്സിൽ പായസം കുടിക്കുന്നുണ്ട്. അത് നിയമത്തിന് കലോത്സവത്തിന്റെ മാനുവലിനെതിരാണ്. എങ്ങനെ ഇന്ന് അപ്പൊ ഇന്ന് രാത്രി സ്പെഷ്യൽ എന്താണ്? രാത്രി പുലാവ് എന്നിട്ട് പുലാവ് രാത്രി സസ്പെൻസ് പറയാൻ പറ്റില്ല. രാത്രി അത് പറയാൻ പറ്റില്ല. എത്ര മണി വരെ? രാത്രി 10 മണി വരെ. 10 മണി വരെ. ഊട്ടുപുരയിൽ നിന്നും സൈനുദ്ദീൻ ആരിഫ്, മൊഗ്രാൽ ന്യൂസ്. ഇപ്പോൾ നടക്കേണ്ട വിഭാഗം മോഹിനിയാട്ടത്തിലെ 21-16 എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യുക. അമ്മേ
വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവരും അവിടെ എല്ലാവരും ഭയങ്കര ഒരുപാട് ബന്ധങ്ങളുണ്ട്, സൗഹൃദങ്ങളുണ്ട്. ഞാൻ കുറേ വർഷം കലോത്സവ വേദിയിലെ പരിശീലകനാണ്, 28 കൊല്ലം. അവ ഇപ്പം മറിമായും സിനിമയിലും വന്നിട്ട് നിൽക്കുന്നേ ഇല്ല. ഇത് കാണുന്ന ഒരു സ്റ്റേറ്റ് ഉദ്യോഗസ്ഥന്റെ ഒരു ഇതാണ് എടുക്കുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇത്രയും ഭയങ്കര ജില്ലയിൽ ഞാൻ കണ്ടില്ല. പിന്നെ നാട്ടുകാരുടെ സ്നേഹം എനിക്ക് വീട് കിട്ടിയിട്ടില്ല. പുറത്ത് നമ്മൾ ഒരുപാട് നാട്ടിൽ പോകുന്ന സ്ഥലമാണ്. എന്തൊരു സ്ഥലമാണ്. നമ്മളെ കൂടെ ഇപ്പൊ ഒരാളുണ്ട്, അവന് നമ്മൾ ആരാ, മതേതോ ജാതിയേതോ അല്ലെ പേരോ ഒന്നും അറിയില്ല, നമ്മളെ കൂടെ നിൽക്കുന്ന 2-3 ഇവിടെ അന്ന് ഇറങ്ങിയ ടൈമിൽ നമ്മളെ കൂടെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ നിൽക്കുന്ന കൂടെ നിൽക്കുക. അങ്ങനെ മൊഗ്രാൽ ഗ്രാമം, ഈശ്വരന്റെ ഗ്രാമം, സ്നേഹം മാത്രം മനസ്സിലായി. അത് ഞാൻ ബാലനോട് സംസാരിച്ചപ്പോ എന്റെ വാരത്തെ സംസാരിച്ചു, അല്ലെ കുറെ ആൾ സംസാരിച്ചു പറഞ്ഞു അടിപൊളിയാണ്. ഇവിടെ 3 ദിവസം ഉത്സവമാണ്. ഇവിടെ ജാതിയോ മതമോ അതിന് പരമ്പോടില്ലാതെ കലയും സംസ്കാരവും ഇല്ല, അടിപൊളിയില്ല, ആഘോഷിക്കുക. ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര സന്തോഷം. പ്രിയപ്പെട്ടവരെ സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന നിങ്ങളോട് എന്താണ് പറയേണ്ടതറിയില്ല. ഞാനൊരു കലോത്സവ പരിശീലനം വേണ്ടി ഞാൻ ഇപ്പോഴും പറയുന്നത്, കാരണം അറിയാം കൃത്യമായിട്ടില്ല. യാത്ര ചെയ്തിട്ട് അത്രയും കേരളത്തിലെ എല്ലാ ജില്ലയും പോവാത്ത നാടില്ല. 28 കൊല്ലം യാത്ര ചെയ്ത് കലോത്സവത്തിനോടൊപ്പാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവർ എന്നെ വിളിച്ചപ്പോ സന്തോഷം തോന്നി. സ്കൂൾ യുവജനോത്സവത്തിലെ നാടകത്തിൽ പങ്കെടുക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അതിഥിയായിട്ട് കേട്ട് പറഞ്ഞാൽ ഒരു നിമിത്താണ്. ഒരു കലാകാരൻ എന്ന രീതിയിൽ അഭിമാനാണ്, സന്തോഷമാണ്. കൗമാരക്കാരുടെ സന്തോത്സവമാണ്. കുട്ടികൾക്ക് അടിപൊളിയാണ്, ആഘോഷമാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ പരാജയപ്പെടുക, വിജയിക്കുന്നത് എല്ലാവരും വിജയിച്ചവരാ. നിങ്ങളിൽ എത്താൻ പറ്റിയില്ല, അതല്ലേ നിങ്ങൾ വിജയം. എ ഗ്രേഡെന്നോ ഫസ്റ്റ് ഇന്നോ സെക്കൻഡ് ഒന്നുമില്ല. നിങ്ങൾ കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ യുവജനോത്സവത്തിലാണ് എത്തിയിരിക്കുന്നത്. ആ വേദിയാണ് നിങ്ങൾ തകർത്തു, തിമിർത്തു, ആടി, പാടി, അഭിനയിച്ചു, എല്ലാം ചെയ്തു. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളാണ്. ഇപ്പൊ നിൽക്കുന്നതും ചിലപ്പോൾ തോന്നില്ല. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇങ്ങനെ പോയി, മാഷോടൊപ്പം പോയി, സ്കൂളിന്റെ ഒപ്പം പോയി, കൂട്ടൊപ്പം നമ്മൾ ഡാൻസ് ചെയ്തു, നൃത്തം ചെയ്തു, പാട്ട് പാടി, അഭിനയിച്ചു. ഒപ്പനയും തിരുവാതിരയും മാർഗംകളിയും പൂരക്കളിയും കോൽക്കളിയും ഒന്നിച്ചു കളിക്കുന്ന വേദിയാണിത്. ഇവിടെ എന്ത് ജാതി മുതൽ എന്ത് മതം വന്നിനി ഒന്ന് രണ്ടാമതാണ് അല്ലെ. ഇവിടെ എല്ലാവരും ഒന്നിച്ചാണ്. ഒരു വേഷോട് ഞാൻ ഒപ്പനയുടെ കുട്ടീനെ കാണുന്നത്, അപ്പുറം പൂരക്കളിനെ കാണുന്നത്, കോൽക്കളിനെ കാണുന്നത്, മാർഗംകളി കാണുന്നത്, തിരുവാതിര കാണുന്നത്, യക്ഷഗാനം കാണുന്നത്, എല്ലാം ഒന്നിച്ചാണ്. എല്ലാ കലക്കും ഒരു കലക്കും ഒരു മതമില്ല, കലയില്ലെടുത്ത് കലാപമില്ല, കാരണം സമയമില്ല. നല്ല ചിന്തകൾ. നിങ്ങൾ ഈ നാട്ടിൽ വരാൻ കഴിഞ്ഞ തന്നെയാണ് എന്റെ കലാജീവിതം എന്റെ ഏറ്റവും ശക്തി. ഞാൻ എല്ലാവർക്കും ഒരു പറയുന്നില്ല, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്ന സ്നേഹം തുറന്നു പറയുന്ന ഒരാളാണ്. എന്ത് കാര്യം കണ്ടിട്ടുണ്ടാവും. ഈ സത്യം പറയുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്റെ ഒരുപാട് ഒരു പരിചയം ഫോട്ടോ എടുത്തു. ഒരുപാട് നടന്മാരെ കണ്ടു വന്നവരാണ്. അവരെ ഞാൻ നടനായിട്ടില്ല, അവരെന്നോട് ഇഷ്ടം. അവർ ഉണ്ണി എന്നുള്ള സ്നേഹത്തിലാണ് അവർ കാണുന്നത്. എത്രയോ വലിയ ആൾക്കാർ, അവർ പല പദവിയിലിരിക്കുന്ന ആൾക്കാരൊക്കെയാണ് അവരെ അടിക്കുന്നത്. നിങ്ങൾ നമ്മൾ കണ്ട സന്തോഷമായി. അത് ഇപ്പൊ ടീച്ചേഴ്സ്, പിന്നെ ടീച്ചേഴ്സ്, അധ്യാപകര്, നാട്ടിൽ എല്ലാവരും ഞാൻ കുറച്ചു കാലം മുമ്പേ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ വരുന്നത് പറഞ്ഞ സന്തോഷം. പ്രിയപ്പെട്ട കുട്ടികളെ, ഇത് നിങ്ങളെ ഒരു ദിവസമാണ്. ഈ 3 ദിവസം നിങ്ങളെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളാണ്. ഇത് ആഘോഷമാക്കണം, അടിപൊളിയാവട്ടെ. ഇപ്പൊ ഇന്ന് പോകും നിങ്ങളെല്ലാവരും, പിരിഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു സങ്കടമൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തങ്ങളാണ് നിങ്ങൾ ഇവിടെ സമ്മാനിച്ചത്. പ്രിയപ്പെട്ട വിധികർത്താക്കൾ എല്ലാവരും, ഇവിടെ ലൈറ്റ് ഹൗസും കൊണ്ടും എല്ലാം പ്രിയപ്പെട്ട ഇതിന് ഭക്ഷണം ഉണ്ടാക്കിയവരും വോളണ്ടിയേഴ്സും എല്ലാവരുടെ പ്രകാരം എല്ലാം എന്റെ സൗഹൃദമാണ്. കാരണം ഞാനെന്ന നടൻ അല്ലെങ്കിൽ ഇങ്ങനെ കാണുന്ന കുറച്ച് വർഷങ്ങളായിട്ടും 5-6 വർഷമായിട്ടും
2019 ഞാൻ ലാസ്റ്റ് കലോത്സവത്തിലെത്തിയത്. സ്റ്റേറ്റ് 20 വർഷം തുടർച്ച സ്റ്റേറ്റ് ഉത്സവം സമ്മാനം മേടിച്ചു കൊടുത്ത ഒരാളാണ്. വൈബ്, സ്കിറ്റ്, നാടകം, മോണാക്ടിംഗ് യാത്രയായിരുന്നു. ഒരു സബ് ജില്ലാ കലോത്സവത്തിലും പങ്കെടുക്കാൻ പറ്റാത്ത ഒരു ബാവുണ്ടിയായിരുന്നു ഞാൻ. 50 ഉപ്പില്ലാണ്ട് ഒന്നിച്ച് പോകാൻ പറ്റാത്ത ഒരു കലോത്സവം ഉണ്ടായിരുന്നു എനിക്ക്. അത് നമുക്കൊന്നും ഇല്ലാത്ത ഒരു കാലം 10-35 വർഷങ്ങൾക്ക് മുമ്പാണ് പറഞ്ഞത്. ആ ഒരു കാലത്തുണ്ടായി നമുക്കൊന്നുമില്ല, ഒന്നും തീർന്നു എന്ന് കരുതിയതാണ്. പക്ഷെ തീരൂല. കലാകാരൻ ഒരിക്കലും അവിടെ തീർന്നു എന്നില്ലേ. അതുപോലെ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇവിടെ എനിക്ക് സെക്കൻഡ് ആയിപ്പോയി, എനിക്ക് തേർഡ് ആയിപ്പോയി, എനിക്ക് ഒന്നും നോക്കണ്ട. ഇതൊന്നുമല്ല നിങ്ങളുടെ മാനദണ്ഡം. നിങ്ങൾ വിജയിച്ചു കൊണ്ടേയിരിക്കും. നിങ്ങൾ ആരും പരാജയപ്പെടുന്നില്ല. നിങ്ങളുടെ എത്തി കാസർഗോഡ് ജില്ലാ യുവോത്സവത്തിൽ. അപ്പൊ അത് മതി. നിങ്ങൾ പോസിറ്റീവ്, ബി പോസിറ്റീവ്. അടിപൊളിയാവട്ടെ. കൂടുതലൊന്നും പറഞ്ഞില്ല, ഒരുപാട് ആൾക്ക് സംസാരിക്കാണ്ട്. എന്താ സന്തോഷം. വിളിച്ചെന്നും ഈ നാട്ടിൽ എത്താൻ കഴിഞ്ഞും വലിയ ഭാഗ്യം കാണുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും എന്റെ സ്നേഹം, എല്ലാവിധ ആശംസകളും. സ്നേഹം. ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ തലവൻ എന്ന നിലയിൽ എനിക്ക് നൽകിയ രക്ഷിതാക്കൾ വന്ന് സമാപന സമ്മേളനം മാറ്റിവെക്കണമെന്ന് പറഞ്ഞു. മക്കളെ, വെരി സോറി. നിങ്ങളുടെ എനിക്ക് DDക്ക് വേണ്ടിയിട്ട് DDക്ക് ഇനി ഇത്തരത്തിലുള്ള, കാരണം സംഘാടക സമിതിയാണ് ഇത് തീരുമാനിച്ചത്. ഇവിടെ ഈ സമയത്ത് 5 മണിക്ക് DDയുടെ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിക്കുകയാണ്, സർവീസിൽ നിന്നും വിരമിക്കുന്നത്. അതുകൊണ്ട് സംഘാടക സമിതിയാണ് ഇത് ഈ സമയത്ത് ആലോചിച്ചിട്ടുള്ളത്. ഇവിടെ എൻ്റെ മക്കളോട് ഞാൻ ആദ്യം തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രയാസം ഉണ്ടാക്കിയതിൽ ക്ഷമ പറഞ്ഞുകൊണ്ട് ഞാൻ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. 64ാമത് റവന്യൂ ജില്ലാ കലോത്സവം. അത് ഇവിടെ സംസാരിച്ച വ്യക്തിത്വങ്ങളെക്കാളും പറയേണ്ടത് ഇതിന്റെ മൊത്തത്തിൽ ഇതിന്റെ ചുക്കാൻ പിടിക്കുന്ന ജനറൽ കൺവീനർ എന്ന നിലയിൽ ഇത് ഒരു ചരിത്ര സംഭവമായി മാറിയിരിക്കുകയാണ്. മൊഗ്രാലിന്റെ മണ്ണിൽ മാപ്പിളപ്പാട്ടിന്റെയും ഫുട്ബോൾ കളിയുടെയും സംഗമ ഭൂമിയായ മൊഗ്രാൽ എന്ന ഇസൽ ഗ്രാമത്തിൽ ഇതൊരു ചരിത്ര സംഭവമായി മാറിയിരിക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ തലവൻ എന്ന നിലയിൽ ഞാനിത് സാക്ഷ്യപ്പെടുത്തുകയാണ്. കാരണം എനിക്കിത് വ്യക്തമായി അറിയാം. ആദ്യം ഈ ജില്ലാ കലോത്സവം നടത്താം എന്ന് പറഞ്ഞ വിദ്യാലയം പറ്റില്ല എന്ന് പറഞ്ഞ് അവസാനം ഇത്തരത്തിലുള്ള ഒരു മേള നടത്തണമെങ്കിൽ സംഘാടക സമിതി ചേർന്ന് ചുരുങ്ങിയത് 2 മാസമെങ്കിലും സമയം വേണം. കേവലം 1 മാസത്തിനുള്ളിലാണ് അതിൻ്റെ ഇടയിൽ തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ അടക്കം നടക്കുന്ന ഒരു അവസരത്തിൽ ഇവിടുത്തെ സംഘാടക സമിതിയുടെ മികവിന്റെ ഫലമായിട്ടാണ് 24 മണിക്കൂറും എണ്ണയെത്തി പ്രവർത്തിക്കുന്ന ഒരു യന്ത്രം പോലെ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ്, ഇവിടുത്തെ വിവിധ സബ് കമ്മിറ്റികൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഇത് ഒരു ചരിത്ര സംഭവമായിട്ട് മാറിയിരിക്കുന്നത്. അതും ഒരു റെക്കോർഡാണ്. ചുരുങ്ങിയ സംഘാടക സമിതി ചേർന്നതിന് ശേഷം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു ജില്ലാ കലോത്സവം വിജയിപ്പിച്ചതിന്റെ ഫലമായിട്ട് അത് മൊഗ്രാലിലെ ജനങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. മറ്റൊരാൾക്കും നേടാൻ പറ്റാത്ത ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് ഇത് നേടിയിരിക്കുന്നത്. ഞാൻ അതിലെ എല്ലാവർക്കും കൃതജ്ഞത അറിയിക്കുകയാണ്. ഒരു സബ് കമ്മിറ്റിയുടെ പേര് പറഞ്ഞാൽ, ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞാൽ അത് മറ്റൊരാൾക്ക് പ്രയാസമാകും. എല്ലാവരുടെയും ഒരു കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് ഈ ജില്ലാ കലോത്സവം ഇവിടെ ഒരു വിജയത്തിളക്കത്തിന്റെ സമാപ്തി. ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ, കുറച്ച് മത്സരങ്ങളേ ഉള്ളൂ. സാധാരണ ഒരു ജില്ലാ കലോത്സവം നടക്കുമ്പോൾ വലിയ അച്ചടക്ക പ്രശ്നം ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനത്തെ യാതൊരു അച്ചടക്ക പ്രശ്നവും ഉണ്ടായില്ല. അതാണ് ഇവിടത്തെ ഒരു ചരിത്ര വിജയമാക്കി മാറ്റിയിരിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഫലമായിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ആശങ്കകൾ അറിയിച്ചു തന്നെ. ഇങ്ങനെ ഇവിടെ ഒരു ഇത്തരത്തിലുള്ള മത്സരം വേദിയൊരുക്കുമ്പോൾ എവിടെ സർ അവിടെ ഭൗതിക സാഹചര്യമുള്ളത്? എല്ലാം പുറത്താണ്. സ്റ്റേജ് 13 സ്റ്റേജ് കെട്ടേണ്ടത് പുറത്താണ്, 1 മാത്രമാണ് അകത്തുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഭൗതിക സാഹചര്യം പരിമിതമുള്ള ഒരു വിദ്യാലയം. അപ്പൊ അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ടൗണാണ്, ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകും, വാഹനങ്ങളുടെ വലിയ ഗതാഗത കുരുക്കുണ്ടാകും എന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെയായിട്ട് ആ കലോത്സവം തുടങ്ങിയ ഇതുവരെയായിട്ട് അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. അത്രയ്ക്കും ഓരോ കമ്മിറ്റിയുടെയും ഇടപെടലിന്റെ ഫലമായിട്ടാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാ ആശങ്കകളും ഇതിന്റെ തലേ ദിവസം വേദി
സന്ദർശിച്ചിരുന്നു. വേദികൾ സന്ദർശിക്കുമ്പോൾ കാരണം ഇത് ഒരാഴ്ച മുമ്പാണ് ഈ വേദികൾ ഒരുക്കാൻ വേണ്ടിയിട്ട് മാണിയാട്ട് ശോഭ മാണിയാട്ടിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ തലേ ദിവസം പോകുമ്പോൾ അതിന്റെ ഉടമ ബാലേട്ടൻ പറഞ്ഞതും സാറേ ഇത് ഇങ്ങനെയാണ് ഇതിന്റെ സംഭവം, എനിക്കത് അറിയാം, രാവിലെ ആകുമ്പോഴേക്കും മത്സരങ്ങൾ തുടങ്ങാനാകുമ്പോഴേക്ക് നിങ്ങൾക്ക് വേദി വിട്ടു തന്നിരിക്കും. അത് വാക്കാൽ മാത്രമല്ല അത് പ്രവൃത്തിയിലൂടെ അതിന്റെ ആ കമ്മിറ്റി അത് തെളിയിച്ചിരിക്കുകയാണ്. ഇന്ന് ഞാൻ എല്ലാ തിരക്കിന്റെ ഇടയിലും 13 സ്റ്റേജുകളിലും സന്ദർശിച്ചു. എല്ലാ സ്റ്റേജുകളും ഒന്നിനൊന്ന് മെച്ചമായി കുട്ടികൾക്ക് വലിയ സാധാരണ ഒരുപാട് പരാതികൾ ഉണ്ടാകാറുണ്ട്. ആ പരാതികളൊന്നുമില്ലാത്ത രീതിയിൽ അത് വേണ്ട രീതിയിൽ എല്ലാ സ്റ്റേജും തയ്യാറാക്കി ഇതിന്റെ സംഘാടക സമിതി കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയതിന് പ്രത്യേകം കൃതജ്ഞത അറിയിക്കുകയാണ്. ഞാൻ ഇവിടെ വന്നത് അതും ഇല്ല അധികം ഇതാക്കില്ല, അരമണിക്കൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും